പാഠം 222 ഓണസമ്മാനം. മോഹനേട്ടാ, മോഹനേട്ടാ, ചായ. അതെ, ഓണത്തിന് ഇനി ഒരുപാട് ദിവസമൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ എന്ന് പറഞ്ഞാൽ ഓണത്തിനുള്ള സാധനങ്ങള്. ഓണത്തിന് സാധാരണ വാങ്ങുന്ന എന്താ? നിനക്കൊരു സാരി, എനിക്കൊരു ഷർട്ട്, പിന്നെ ഊണിനുള്ള സാധനങ്ങൾ. അത് വാങ്ങാൻ ഒരുപാട് ദിവസം വേണോ? ഇപ്പൊ പോയ തിരക്ക് കുറവുണ്ടാവും മോനേട്ടാ. കടയിൽ പോയി ക്യൂ നിന്ന് മെനക്കെടണ്ടല്ലോ. 2-3 ദിവസം കഴിഞ്ഞാൽ കടയിലേക്കൊന്ന് കാല് കുത്താൻ കൂടെ പറ്റില്ല. വേണ്ട, നീ കഷ്ടപ്പെടണ്ട. ഈ ഓണത്തിന് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ പോയി വാങ്ങിക്കോളാം. കടയിൽ പോയി ക്യൂ നിൽക്കാൻ എനിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. ആ പരിപാടി മനസ്സിലിരിക്കേയുള്ളൂ. മോഹനേട്ടൻ ഒറ്റയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയാൽ ഇന്ത്യയിൽ കിട്ടുന്ന ഏറ്റവും വില കുറഞ്ഞ സാധനങ്ങളെ വാങ്ങുമെന്ന് എനിക്കറിയാലോ. അതെ, പക്ഷേ നീ സാധനം വാങ്ങാൻ പോയാൽ ഈ ഭൂമിയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കൂടിയ സാധനങ്ങളെ വാങ്ങൂ എന്ന് എനിക്കും അറിയാം. ഓണമാണെന്ന് പറഞ്ഞുള്ള ഒരു ധൂർത്തും ഞാൻ അനുവദിക്കില്ല. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണ് പഴമൊഴി. മോഹനേട്ടനാണെങ്കിൽ പാരമ്പര്യമാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ പിന്നെ ഓണം കാര്യമായിട്ട് തന്നെ ആഘോഷിക്കണം. കാണം വിറ്റും ഓണം ഉണ്ണുന്നത് പണ്ട്. ഒരു മര്യാദയില്ലാതെ ഓണം ആഘോഷിച്ചിട്ട് നാളെ പട്ടിണി കിടക്കാൻ എനിക്ക് വയ്യ. ഭാമേ, പഴമൊഴി നമുക്ക് പറ്റുന്നതാണെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലിൽ കിടക്കാവുന്ന ഒരു പഴമൊഴിയുണ്ട്. പക്ഷേ ഒലക്കയുടെ മേളിൽ കയറി കിടക്കാൻ നിനക്ക് പറ്റുമോ? മറിയ ഫോൺ എനിക്ക്. ഈ വെട്ടുപോത്തിനോട് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല ഈശ്വര. ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. ആ, പറയൂ സഹദേവ. ഉവ്വോ, നന്നായി വിളിച്ചു പറഞ്ഞതിൽ സന്തോഷം. ശരി. ആ കണ്ടോടി, ഇതാണ് സർക്കാർ ഉദ്യോഗസ്ഥനാകുന്നതിന്റെ ഗുണം. നിനക്ക് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെന്ന് പറഞ്ഞ പരമ പുച്ഛമാണല്ലോ. ഇപ്പോഴെന്തായി? എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥരോട് ഒരു പുച്ഛമില്ല. സർക്കാർ ഉദ്യോഗസ്ഥരാണ് കേരളം കണ്ടുപിടിച്ചത് എന്ന് പറയുന്നതിലാണ് പുച്ഛം. അതുപോട്ടെ, ഇപ്പൊ എന്താണോ ഉണ്ടായത്? ആ, താലൂക്ക് ഓഫീസിലെ സഹദേവനാ വിളിച്ചത്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ബോണസ് ഇന്ന് കിട്ടുമെന്ന്. നീ വലിയ കൊമ്പത്തെ വക്കീലാണല്ലോ, നിനക്കുണ്ടോ ബോണസ്? കേസ് വായിച്ചെന്റെ പൈസ കിട്ടിയ ഭാഗ്യം. ഒരു 3000 രൂപ ബോണസ് കിട്ടുന്നതാണ് വലിയ കാര്യം. എന്താടി, 3000 രൂപ ഒരു ചെറിയ കാര്യമാണോ? അത് മാത്രമല്ല, ഈ ബോണസ് എന്ന് പറയുന്നത് പണത്തിന്റെ കാര്യം മാത്രമല്ല. ഒരു തൊഴിലുടമ അയാളുടെ തൊഴിലാളിക്ക് ബോണസ് കൊടുക്കുമ്പോ ആ തൊഴിലാളിയെ അംഗീകരിക്കുകയും അയാളുടെ പ്രവർത്തനങ്ങളെ അനുമോദിക്കുകയുമാണ്. സർക്കാർ എനിക്ക് ബോണസ് തരുമ്പോ കഴിഞ്ഞ ഒരു വർഷം ഞാൻ സർക്കാരിനും കേരളത്തിലെ ജനങ്ങൾക്കും വേണ്ടി ചെയ്ത കാര്യങ്ങൾക്കുള്ള അംഗീകാരമാണ്. ഇപ്പൊ മനസ്സിലായോ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ വില എന്താണെന്ന്? സർക്കാർ ഉദ്യോഗസ്ഥൻ ഭയങ്കര സംഭവമാണ്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം. എല്ലാം ഞാൻ സമ്മതിച്ചു. ഈ ബോണസ് ആയിട്ട് ചെലവപ്പെടാ. സർക്കാർ ഈ ഓണ ബോണസ് തരുന്നത് നാട്ടിലെ സഹകരണ ബാങ്കിൽ കൊണ്ടുപോയി 10 രൂപ പലിശയ്ക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാനല്ല, ഓണം ആഘോഷിക്കാനാണ്. എനിക്ക് ഓണമായിട്ട് എന്ത് വാങ്ങി തരും? അങ്ങനെ ഞാൻ പറയുന്നത് ശരിയാണോ? ഓണത്തിന് ഒരാൾക്കൊരു സമ്മാനം കൊടുക്കുമ്പോൾ അയാൾ ചോദിച്ചിട്ടാണോ കൊടുക്കുക? ചോദിച്ചു വാങ്ങുന്ന സമ്മാനത്തിന് എന്തൊരു രസമുണ്ടോ? മോഹനേട്ടന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ബോണസ് കിട്ടുമ്പോൾ ഞാൻ ആലോചിക്കും, എനിക്ക് ബോണസ് കിട്ടിയല്ലോ, ഇതുകൊണ്ട് മോഹനേട്ടനൊരു സമ്മാനം വാങ്ങിക്കൊടുക്കണം. സമ്മാനം എന്ന് പറഞ്ഞാൽ സാധാരണ സമ്മാനമല്ല. എന്ത് കിട്ടിയാലാണോ മോഹനേട്ടന് ഏറ്റവും സന്തോഷമാകുക അത് തന്നെ വാങ്ങിക്കൊടുക്കണം. അങ്ങനെ ഞാൻ പോയി ആ സമ്മാനം വാങ്ങി വൈകിട്ട് വന്നിട്ട് മോഹനേട്ടനോട് പറയും, മോഹനേട്ടാ, എനിക്ക് ബോണസ് കിട്ടി. ആ കാശ് കൊണ്ട് ഞാൻ മോഹനേട്ടൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കൂ എന്ന്. അങ്ങനെയാ വേണ്ടത്. അല്ലാതെ മോഹനേട്ടൻ എന്താ വേണ്ടതെന്ന് ഞാൻ ചോദിക്കുകയില്ല. നീ ഇപ്പൊ അഭിനയിച്ച് കാണിച്ചുള്ള പരിപാടി സിനിമയിലും സീരിയലിലും നാടകത്തിലേക്ക് നടക്കൂ, ജീവിതത്തിൽ നടക്കില്ല. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്, സിനിമാ നടനല്ല. ഒരു സമ്മാനക്കാരി വന്നിരിക്കും. മോഹനേട്ടാ, നമ്മൾ ആദ്യം പറഞ്ഞ കാര്യത്തിനൊരു മറുപടി കിട്ടിയില്ല. എന്ത് കാര്യം?
ഓണത്തിന് സാധനങ്ങൾ വാങ്ങണ്ടേ? ഞാൻ പറഞ്ഞല്ലോ ഭാമേ, വാങ്ങാനുള്ള സാധനങ്ങൾ ലിസ്റ്റ് റെഡി ആയിക്കോളൂ. നാളെയും മറ്റന്നാളുമായിട്ട് വാങ്ങിത്തരാം. ആ പിന്നെ ഒരു കാര്യം, നമ്മൾ രണ്ടുപേരെ ഈ വീട്ടിലുള്ളൂ. 2 പേർക്ക് ആവശ്യമുള്ള സാധനങ്ങളെ ലിസ്റ്റിലുണ്ടാകാവൂ. ഇനിയിപ്പോ 1 ലക്ഷം രൂപ ബോണസ് കിട്ടിയാലും പിശുക്കിന് ഒരു കുറവുണ്ടാവില്ല. സത്യത്തിൽ ബോണസ് കിട്ടുന്ന കാശ് ഓണത്തിന് തന്നെ ചെലവാക്കണമെന്നൊരു നിയമം ഉണ്ടാക്കേണ്ടതാ. എന്നാലേ ഇങ്ങനത്തെ പിശുക്കന്മാർക്ക് ഒരു പാഠം പഠിക്കും. എനിക്ക് പഠിക്കാനുള്ളത് പഠിച്ചിട്ടാണ് ഞാൻ ഈ വില്ലേജ് ഓഫീസറെ കുപ്പ എടുത്തിട്ടത്. മനസ്സിലായല്ലോ? എന്റെ ഓണസമ്മാനം അത് സ്വപ്നം കണ്ടത് ഇവിടെ ഇരുന്നോ? ഇപ്പൊ കിട്ടിയ തന്നെ. ഈ ജന്മത്തി സ്വഭാവം മാറുന്നത് നിനക്ക് അറിഞ്ഞൂടെ സത്യഭാമേ? ഇത് അറിഞ്ഞോണ്ട് വെറുതെ എന്തിനാ നീ ആ മനുഷ്യന്റെ പുറകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ? നമസ്കാരം സാറേ. എന്തു പറ്റി ഈ പൂക്കളടലൊക്കെ നിർത്തിയാ? ഒരു ദിവസം 275 രൂപയുടെ പൂക്കൾ വാങ്ങി പൂക്കൾ ഇടാനുള്ള നിവൃത്തി മോഹനകൃഷ്ണൻ ഇല്ല. ഞാൻ കൈക്കൂലി വാങ്ങാത്തൊരു വില്ലേജ് ഓഫീസറാണ്. പിന്നെ അപ്പൊ സാറേ, ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ബോണസ് കിട്ടുന്ന ദിവസമല്ലേ? ഇന്ന് മൊത്തം അടിച്ചു പൊളിയായിരിക്കുമല്ലേ? ഉത്തമനെ പോലുള്ളവർക്ക് ഒരു ധാരണയുണ്ട് ഈ ബോണസ് എന്ന് പറഞ്ഞാൽ ചുമ്മാ കിട്ടുന്ന ഒരു സാധനമാണെന്ന്. പിന്നെ അങ്ങനെയല്ല. കഴിഞ്ഞ 1 വർഷം സത്യസന്ധമായി സർക്കാരിനെ സേവിച്ചതിന്റെ പേരിൽ ഈ ഉത്സവകാലത്ത് സർക്കാർ ഞങ്ങൾക്ക് തരുന്ന ഒരു കൈനീട്ടമാണ്. അത് ഉത്തമൻ വിചാരിക്കുന്നത് പോലെ കള്ളു കുടിക്കാനും ധൂർത്തടിക്കാനുള്ള അല്ല. അയ്യോ, ഞാൻ സമ്മതിച്ചേ. ഇനി അത് പറഞ്ഞൊരു തർക്കത്തിന് ഞാനില്ലേ. ഞാനേ സാറിനെ കാണാൻ വീട്ടിലോട്ട് വരികയായിരുന്നു. നമുക്കിന്ന് ആ ആന്റണിയുടെ വീട് സ്ഥലം നോക്കാൻ പോയാലോ സാറേ? ഇന്ന് പോവാന്ന് സാറ് പറഞ്ഞതല്ലേ? സാർ അങ്ങനെ പറഞ്ഞത് കാരണം ആ ഒരു 5-5:30 മണിക്ക് വീട്ടിലോട്ട് ചെല്ലാതെ ഞാൻ ആന്റണിയോട് പറയുകയും ചെയ്തു. പക്ഷേ ഇന്ന് പോകാൻ പറ്റുന്നില്ല. ഇന്ന് വൈകുന്നേരം വേറെ 1-2 കാര്യങ്ങളുണ്ട്. അല്ല സാറേ, ഈ ആന്റണി ഒരു പ്രത്യേക ടൈപ്പാണ്. ഇന്ന് ചെല്ലാന്ന് പറഞ്ഞിട്ട് ചെന്നില്ലെങ്കിൽ നാളെ ഒരുമാതിരി വർത്താനം പറയും. നമുക്ക് ഒരു 6 മണിക്ക് പോയാൽ മതി. ബുദ്ധിമുട്ടാണ്. ഉത്തമനായോണ്ട് ഉള്ളത് പറയാം. ഇന്ന് ബോണസ് കിട്ടുന്ന പ്രമാണിച്ച് ഭാമയ്ക്ക് എന്താ വാങ്ങിക്കൊടുക്കുന്നതെന്ന് അവൾ എന്നോട് ചോദിച്ചു. ഒന്നും വാങ്ങിത്തരില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നത്. അയ്യോ, അതൊക്കെ ഒരു നമ്പറായിരുന്നു. ഇന്ന് വൈകിട്ട് ആഫീസിൽ നിന്ന് ഇറങ്ങിയിട്ട് വേണം അവക്കൊരു സമ്മാനം വാങ്ങും. അത് കാണുമ്പോൾ ഞെട്ടും. എന്ത് സാർ, വല്ല തോക്കോ ബോംബോ ആണോ? ഒന്നുമല്ല. ഭാമയ്ക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, അവൾ അത് കിട്ടാൻ മോഹിച്ചിരിക്കുക. കഴിഞ്ഞ മാസം ഒരു ദിവസം പറയുകയും ചെയ്തു. എന്താ സാറേ സാധനം എന്താന്ന് വെച്ച് പറ. സസ്പെൻസാ. അപ്പോ തോന്നിട്ടോ ആന്റണിയുടെ സ്ഥലം നോക്കാൻ നാളെ ചെല്ലാന്ന് പറയൂ. അപ്പൊ സാറേ, പക്ഷെ ആന്റണി സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. എനിക്ക് നാളെയേ പറ്റൂ. അത് ആന്റണിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അയാളുടെ വീട് സ്ഥലം എനിക്ക് വേണ്ട. എന്റെ പൊന്നെ, ഇത് എന്തോന്നും മനുഷ്യ. ഹലോ. ആ ഉത്തമ, ഞാനാ സത്യഭാമ. എന്താക്കില്ലേ? സാറിപ്പോ അങ്ങോട്ട് പോയതേ ഉള്ളൂ. ഞാൻ വിളിച്ച കാര്യം സാർ അറിയണ്ട. എനിക്ക് ഉത്തമനെ ഒന്ന് കാണണം, അത്യാവശ്യമാണ്. വക്കീല് കാര്യം പറ. ഉത്തമൻ ഒന്ന് ഇവിടെ വരെ വരുവോ? പറയാം. ഞാൻ ദാ വന്ന് കഴിഞ്ഞു. ശരി. വില്ലേജ് ഓഫീസർ വകതിരിവില്ലെങ്കിലും എനിക്കെങ്ങനെ പെരുമാറാൻ പറ്റില്ലല്ലോ. ഒന്നുമല്ലെങ്കിലും ഞാൻ ബുദ്ധിയുള്ളൊരു വക്കീലല്ലേ?